ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു സ്വപ്നാസ് ലൈഫ് സ്റ്റൈൽ. ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ബ്രെഡ് ബജിയുടെ റെസിപ്പിയാണ്. അതിലോട്ട് ഞാൻ അരക്കപ്പ് കടലമാവ് എടുക്കുന്നുണ്ട്. അതൊരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ അരക്കപ്പിന് 1 ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ് ചേർക്കുന്നത്. അതിട്ട് കൊടുക്കുക. ഇനി ഈ മാവിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർക്കാം നമുക്ക്. ഞാനൊരു 1/2 ടീസ്പൂൺ ഇടുന്നുണ്ട്. ഇനി വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോക്കിയിട്ട് ചേർക്കാം. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് 1/2 ടീസ്പൂണ് കായത്തിൻ്റെ പൊടിയാണ്. ഇത് മസ്റ്റാണ് കേട്ടോ. ഇതിലേക്ക് ചേർക്കുന്നത് 1 ടീസ്പൂൺ മുളക് പൊടിയാണ്, നല്ല മുളക് പൊടി. അതിൻ്റെ കൂടെ 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും ചേർക്കുന്നുണ്ട്. നല്ലൊരു കളറിന് വേണ്ടിയിട്ടാണ് അത് ചേർക്കുന്നത്. ഇതിട്ടിട്ട് നന്നായിട്ടൊന്ന് മാവ് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളമൊഴിച്ച് നമുക്ക് മാവ് കലക്കിയെടുക്കാം. കുറേശ്ശെയായിട്ട് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഇത് കലക്കിയെടുക്കാം. വെള്ളം ഒഴിക്കുമ്പോൾ കുറേശ്ശെയായിട്ട് ഒഴിച്ച് കൊടുക്കണം. ഈ ബാറ്റർ അധികം വെള്ളമാവാനും പാടില്ല, അതേസമയം ഭയങ്കര കട്ടിയാവാനും പാടില്ല. അതുകൊണ്ട് മീഡിയമായിരിക്കണം. ഇതിൻ്റെ കൺസിസ്റ്റൻസി അറിയാനായിട്ട് നമുക്ക് ഒരു സ്പൂൺ എടുത്തിട്ട് അതിൽ ഇങ്ങനെ കലക്കിയെടുത്ത് നോക്കുമ്പോൾ എന്നിട്ടൊരു വര വരച്ച് കൊടുക്കുക. അപ്പോൾ ആ വര ഇങ്ങനെ തെളിഞ്ഞ് കാണണം. അതാണ് അതിൻ്റെ ശരിയായ കൺസിസ്റ്റൻസി. ഈ സമയത്ത് ഉപ്പും എരിവും കറക്റ്റാണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കോ. ഇനി എണ്ണ ചൂടാക്കി എടുക്കാം. ഒരു ബ്രെഡ് എടുത്ത് കട്ട് ചെയ്യുന്നുണ്ട്. അത് കട്ട് ചെയ്തപ്പോൾ വലിയ പീസാണ്, അതുകൊണ്ട് വീണ്ടും ഞാൻ അതിനെ വീണ്ടും 2ആയി കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. സാധാരണ ഒരു ബ്രെഡിനെ 2ആയിട്ട് കട്ട് ചെയ്തിട്ടാണ് ബ്രെഡ് ബജി ഉണ്ടാക്കാറുള്ളത്. പക്ഷെ ഇത് വലിയ ബ്രെഡ് ആയതുകൊണ്ട് ഞാൻ അതിനെ വീണ്ടും മുറിച്ചിട്ട് ഒരു ബ്രെഡിനെ 4 പീസാക്കിയിട്ടാണ് എടുക്കുന്നത്. ഇനി ഇത് നമുക്ക് ബാറ്ററിന് മുക്കിയിട്ട് എണ്ണയിലിട്ട് പൊരിച്ചെടുക്കാം. അത്രേ ഉള്ളൂ പണി. പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു ഈവനിങ് സ്നാക്കാണിത്. ചായ അടുപ്പത്ത് വെച്ച് തണുക്കുമ്പോൾ തന്നെ ഇവിടെ നമുക്ക് സ്നാക്ക് റെഡിയാവും. അത്ര ഈസിയാണ്. ഈസിന്ന് മാത്രമല്ല, നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പോൾ ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ പ്ലീസ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ നന്ദി, നമസ്കാരം.